നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൗർണമി തിഥിയിൽ ധനവരവിന് വേണ്ടി ചെയ്യേണ്ട ഒരു താന്ത്രികത്തെക്കുറിച്ചും അതുപോലെ പൗർണമി തിഥിയിൽ എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യം ലഭിക്കുന്നതിന് വേണ്ടി മഹാലക്ഷ്മിയെ എങ്ങനെയാണ് പൂജിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുമാണ് പറയുന്നത്. കൂടാതെ പൗർണമിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മാനിഫെസ്റ്റേഷൻസും ഉണ്ട്. ഇതിൽ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യാവുന്നതാണ്. പൗർണമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ദുർഗാദേവിയെയാണ് ആരാധിക്കാറുള്ളത്. ദേവീ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഐശ്വര്യ പൂജ ഉണ്ടായിരിക്കും. ഐശ്വര്യ പൂജ എന്ന് പറഞ്ഞാൽ വിളക്ക് പൂജ തന്നെയാണ്. ക്ഷേത്രത്തിൽ പോയി വിളക്ക് പൂജയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ വിളക്ക് പൂജ ചെയ്യാവുന്നതാണ്, സത്യനാരായണ പൂജ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. ഏതാണോ ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ഞാൻ ഇന്ന് പൗർണമിയിൽ ചെയ്യുന്ന ലക്ഷ്മി പൂജയും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ പൗർണമിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൗർണമിയിൽ നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണചന്ദ്രനെ കണ്ടുകൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പൂജാ റൂമിൽ ചെയ്താലും മതി. പൂജാ റൂം ഇല്ലാത്തവർക്ക് ഹാളിൽ ഒരു സ്ഥലം വൃത്തിയാക്കി അവിടെയും ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് ധനവരം ഉണ്ടാകുന്നതിന് വേണ്ടി പൗർണമിയിൽ ചെയ്യേണ്ട ഒരു താന്ത്രികത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു താന്ത്രികമാണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. റിസൾട്ട് കിട്ടിയ ഒരാളുടെ അനുഭവവും ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് കളർ ക്ലോത്ത് അല്ലെങ്കിൽ ഗ്രീൻ കളർ ക്ലോത്ത് ആണ് വേണ്ടത്. പിന്നെ കുറച്ച് മല്ലിയില നമുക്ക് കടയിൽ നിന്നും ഒരു കെട്ട് മല്ലിയില വാങ്ങിയാൽ മതി. അതിന്റെ വേര് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൂന്നാമതായി വേണ്ടത് 3 ജാതിക്കയാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് വേണ്ടത്. 3 ജാതിക്ക, പിന്നെ ഒരു കെട്ട് മല്ലിയില, അതിന്റെ വേര് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ അത് ഒരു കിഴി പോലെ കെട്ടുന്നതിന് ആവശ്യമായിട്ട് ഒരു വൈറ്റ് കളർ ക്ലോത്ത് അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ ക്ലോത്ത്. ഇത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു താന്ത്രികമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ഈ ഒരു താന്ത്രികം ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു താന്ത്രികം ചെയ്യുമ്പോൾ നല്ല ധനവരം ഉണ്ടാകും എന്ന് കരുതി എല്ലാ മാസവും ഇത് റിപ്പീറ്റ് ചെയ്യരുത്. ഒരു വർഷത്തിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു താന്ത്രികമാണിത്. ഇനി ഇതിന് നമുക്ക് പീരീഡ്സ് ടൈം, പുലവാലായ്മ, നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടോ, ഇങ്ങനെയൊന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ആ ഒരു ഡൗട്ട് ഇനി വരില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യത്തെ പൗർണമി തിഥി ആരംഭിക്കുന്നത് ജൂൺ 10 ചൊവ്വാഴ്ച പകൽ 11:36 അവസാനിക്കുന്നത് ജൂൺ 11 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:13. ഈ ഒരു താന്ത്രികം നമുക്ക് ഏത് സമയത്തും, അതായത് പൗർണമി തിഥിയുള്ള ഏതൊരു സമയത്തും ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ സന്ധ്യക്ക് ചെയ്യുന്നത്, സന്ധ്യക്ക് ഒരു 6 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്നതും രാവിലെ ഒരു 7 മണി വരെയുള്ള സമയത്ത് ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്. ഈ 2 സമയത്തും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളവർക്ക് പൗർണമി തിഥി എപ്പോഴാണ് തുടങ്ങുന്നതെന്നും അവസാനിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൗർണമി തിഥി ഉള്ള സമയത്ത് ചെയ്യുക. ഇനിയിപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ളവരാണ് കാണുന്നതെങ്കിൽ അവർക്ക് അവർ താമസിക്കുന്ന സ്ഥലത്തെ പൗർണമി തിഥി ടൈമിങ്സിൽ വേണം ഇത് ചെയ്യേണ്ടത്. ദൃക്പഞ്ചാംഗിൽ നോക്കിയാൽ പൗർണമി തിഥി നിങ്ങളുടെ കൺട്രിയിൽ എത്ര മണി മുതൽ എത്ര മണി വരെയാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. ജാതിക്ക എന്ന് പറയുന്നത് നട്ട്മഗ് ആണ്. 3 എണ്ണമാണ് വേണ്ടത്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഈ ഒരു സമയത്ത് ആ ഒരു തുണി എടുക്കുക, ഒരു കെട്ട് മല്ലിയുടെ വേര് മാത്രം എടുക്കുക. മല്ലിയില നമുക്ക് കിച്ചണിൽ കറി വെക്കുന്നതിന്, സാമ്പാറിലൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കാം. ആ വേര് കട്ട് ചെയ്തെടുക്കുക. 3 ജാതിക്കയും വെക്കുക. കിഴിയായിട്ട് കെട്ടിയിട്ട് നമ്മൾ എവിടെയാണോ പണം സൂക്ഷിക്കുന്നത് അവിടെ വെച്ചാൽ മതി. ഇത് അടുത്ത പൗർണമി കഴിയുമ്പോൾ നമുക്കതെടുത്ത് ആരും ചവിട്ടാത്തെടുത്ത് കളയാവുന്നതാണ്. ഈ ഒരു മാസം വളരെ നല്ല ഇൻകം ഉണ്ടാകും. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ബ്ലോക്കേജസ് ഒക്കെ നീങ്ങിക്കിട്ടും. ഇനിയിപ്പോൾ മറ്റ് ഇൻകം ഒന്നുമില്ല, ഫിക്സഡ് ഇൻകം ഉള്ളവരാണെങ്കിൽ പോലും എന്തെങ്കിലും സമ്മാനങ്ങളെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും. അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു താന്ത്രികമാണ്. 10 രൂപയുടെ മല്ലിയിലയുടെ കാര്യമേ ഉള്ളൂ. പിന്നെ 3 ജാതിക്ക, ഒരു ജാതിക്ക് 5 രൂപയുടെ കാര്യമേ ഉള്ളൂ. 3 ജാതിക്കയും വാങ്ങി ഒരു തുണിയിൽ പൊതിഞ്ഞ് വിശ്വാസത്തോടു കൂടി ചെയ്യുക. വിശ്വാസത്തോടു കൂടി ചെയ്തവർക്ക് റിസൾട്ട് കിട്ടിയതിന്റെ പ്രൂഫും ഞാൻ അവസാനം ഇടുന്നുണ്ട്.
അതുകൂടി കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കത് ചെയ്യണം എന്ന് തന്നെ തോന്നും. ഏതൊരു കാര്യവും നമ്മൾ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സ് ഉള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഐഫോൺ യൂസേഴ്സിന് ജോയിൻ ബട്ടൺ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കമന്റ് ബോക്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പൗർണമിയിൽ ചെയ്യേണ്ട താന്ത്രികത്തെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ കുറിച്ച് പറയാം. ഒരു കുപ്പിയിൽ വെള്ളം എടുക്കുക. അടപ്പുള്ള കുപ്പി തന്നെ ആയിരിക്കണം. പൂർണ്ണചന്ദ്രനെ കാണാൻ സാധിക്കുന്ന സമയത്ത്, അതായത് ചൊവ്വാഴ്ച രാത്രിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചൊവ്വാഴ്ച രാത്രിയിൽ ഇനിയിപ്പോൾ ചെയ്യാൻ സാധിച്ചില്ല എന്തെങ്കിലും കാരണവശാലെങ്കിൽ ബുധനാഴ്ച രാത്രിയും ചെയ്യാം. കാരണം ബുധനാഴ്ച ഉച്ചവരെയും പൗർണമി തിഥി ഉണ്ട്. ഇപ്പോൾ സൂര്യോദയ സമയത്ത് പൗർണമി തിഥി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ ആ പൗർണമി തിഥിയുടെ ഒരു പോസിറ്റിവിറ്റി എല്ലാം തന്നെ ലഭിക്കും. എന്നിരുന്നാലും ട്യൂസ്ഡേ ചെയ്യുന്നത് കുറച്ച് കൂടുതൽ നല്ലതാണ്. കാരണം ട്യൂസ്ഡേ നൈറ്റ് ഫുൾ പൗർണമി തിഥി ഉണ്ട്. നമുക്ക് പൂർണ്ണചന്ദ്രനെ കാണാൻ സാധിക്കുന്ന കണക്ക് ഇരുന്നിട്ട് നമ്മുടെ കയ്യിൽ ആ ഒരു വാട്ടർ ബോട്ടിൽ വെക്കുക. ചില്ലുകുപ്പിയാണ് ഏറ്റവും നല്ലത്. വീട്ടിൽ ഇനി ചില്ലുകുപ്പി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം പ്ലാസ്റ്റിക് എടുക്കുക. പ്ലാസ്റ്റിക് കഴിവതും അവോയ്ഡ് ചെയ്യുക. ചില്ലുകുപ്പി എന്ന് പറയുമ്പോൾ ചെറിയ ജാമിന്റെ ഒക്കെ കുപ്പി ആയാലും മതി. അതിൽ വെള്ളം നിറച്ചു വെക്കുക. നമുക്ക് കുടിക്കാൻ സാധിക്കുന്ന അത്രയും വെള്ളം മാത്രം നിറച്ചു വെച്ചാൽ മതി. നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് എന്താണോ ആഗ്രഹം സാധിച്ചു കിട്ടേണ്ടത് അതൊക്കെ തന്നെ പൂർണ്ണചന്ദ്രനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. ചന്ദ്രന്റെ ആ കിരണങ്ങൾ വീഴുന്ന രീതിയിൽ വെക്കുക. നമുക്ക് അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപായിട്ട് അതെടുത്ത് ആ വെള്ളം നമുക്ക് കുടിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളമായതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം വെക്കേണ്ടത്. കഴിവതും ജനലിനുള്ളിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. പൗർണമി തിഥിയിൽ നമ്മൾ എന്ത് പൂർണ്ണചന്ദ്രനോട് പ്രാർത്ഥിച്ചാലും ആ ഒരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടും എന്നാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിന് പകരം ഏതാണോ നമുക്ക് എമർജൻസി ആയിട്ട് സാധിക്കേണ്ട ഒരു കാര്യം ആ ഒരു കാര്യം പ്രാർത്ഥിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രപഞ്ചവും ചന്ദ്രഭഗവാനും ഒന്നിച്ച് നമ്മുടെ പ്രാർത്ഥന സാധിച്ചു നൽകും. അതുകൊണ്ട് തന്നെ ഒരേ ഒരു പ്രാർത്ഥന വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഒന്നിൽ കൂടുതൽ പ്രാർത്ഥന ഉള്ളവരാണെങ്കിൽ വെക്കാവുന്നതാണ്. പക്ഷെ എപ്പോഴും ഒരു പ്രാർത്ഥന മാത്രം വെക്കുന്നതാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരേ ഒരു പ്രാർത്ഥന വെക്കുന്നതാണ് വളരെ പെട്ടെന്ന് നമുക്ക് അതിന് റിസൾട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ് ഉള്ളതെങ്കിൽ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് ഓരോ കുപ്പിയിൽ വെള്ളം കയ്യിൽ വെച്ചുകൊണ്ട് പൂർണ്ണചന്ദ്രനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. ആ കുപ്പിയുടെ പുറത്ത് അവരുടെ പേര് കൂടി എഴുതി വെച്ചാൽ മതി. രാവിലെ എടുത്ത് കുടിക്കുമ്പോൾ മാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി. കുപ്പി നല്ല അടപ്പുള്ള കുപ്പി ആയിരിക്കണം. സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം വെക്കേണ്ടത്. ജനലിനുള്ളിൽ തന്നെ വെക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും സേഫ്. ഈ പൗർണമിയിൽ ചെയ്യേണ്ട താന്ത്രികമായി മാനിഫെസ്റ്റേഷനായി ഇനി നമുക്ക് പൂജയിലേക്ക് പോകാം. ഇപ്പോൾ ഇത് മൂന്നും ചെയ്യാൻ സാധിക്കുന്നവർക്ക് മൂന്നും ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ എങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ചെയ്താൽ മതി. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. എല്ലാം ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് സാധിക്കുന്നത്, നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി എന്ത് ചെയ്യാനാണോ സാധിക്കുന്നത് അത് മാത്രം ചെയ്യുക. പൗർണമി തിഥി എന്ന് പറയുമ്പോൾ വിളക്ക് പൂജ ചെയ്യുന്നതിന്, സത്യനാരായണ പൂജ ചെയ്യുന്നതിന്, ലക്ഷ്മി പൂജ ചെയ്യുന്നതിനൊക്കെ ഏറ്റവും വളരെ നല്ല ദിവസമാണ്. അതിൽ തന്നെ ലക്ഷ്മി പൂജ ചെയ്യുന്നതിന് ഇത്രയധികം പ്രാധാന്യം എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചന്ദ്ര സഹോദരിയാണ് മഹാലക്ഷ്മി. അതുകൊണ്ട് തന്നെ പൗർണമിയിൽ നമ്മൾ ചെയ്യുന്ന ലക്ഷ്മി പൂജയ്ക്ക് വളരെ നല്ല ഫലങ്ങൾ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പൂജയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടിയതായിട്ട്, അതായത് അവർക്ക് നല്ലൊരു എമൗണ്ട് പൈസ കിട്ടിയതായിട്ട് എനിക്ക് മെസ്സേജും കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്യാം. നാളെ തന്നെ നമുക്ക് പൈസ കിട്ടും എന്ന് വിചാരിച്ചൊന്നും ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും നമുക്ക് ധനവരം ഉണ്ടാകും. അത് 100% ഉറപ്പാണ്. കാരണം ഏതൊരു മഹാലക്ഷ്മി പൂജ ചെയ്യുമ്പോഴും അതിന് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഒരുപാട് പേർ മഹാലക്ഷ്മി പൂജ ചെയ്ത് അവർക്ക് വളരെയധികം നല്ല വ്യത്യാസങ്ങളുണ്ട്. ആദ്യമൊന്നും തന്നെ അവരുടെ ഭർത്താക്കന്മാർക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നീട് വീട്ടിലെ സ്ഥിതികൾ, അതായത് ഇൻകം ഒക്കെ കൂടാൻ തുടങ്ങി, നല്ല വ്യത്യാസം, പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകാൻ തുടങ്ങിയതിന് ശേഷം പലരും പറഞ്ഞത് അവരുടെ ഭർത്താക്കന്മാർ തന്നെയാണ് ഇപ്പോൾ പൂക്കൾ വരെ വാങ്ങിക്കൊണ്ടുവരുന്നതെന്നാണ്. അത്ര നല്ല ചേഞ്ചസ് ആണ്. നമുക്ക്
വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു പൂജ എന്ന് പറയുന്നത് ലക്ഷ്മി പൂജയാണ്. കാരണം മഹാലക്ഷ്മി എപ്പോഴും നമ്മുടെ വീട്ടിൽ നിരന്തരമായി വസിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ വീട്ടിൽ എപ്പോഴും ലക്ഷ്മി പൂജ ചെയ്യുന്നത്. ആദ്യം പറഞ്ഞ താന്ത്രികത്തിന് റിസൾട്ട് കിട്ടിയ ഒരു വോയിസ് മെസ്സേജ് ആണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. ചേച്ചിയോട് ഞാൻ കുറച്ച് നാളായിട്ടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഒക്ടോബർ മുതൽ ഓരോ കാര്യം കാരണം നീണ്ടു പോയി. സെപ്റ്റംബറിലെ പൗർണമിക്ക് ചേച്ചി ഒരു റെമഡി പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ ലീവ്സിൻ്റെ വേരും ജാതിക്കായും ഒരു വെള്ള തുണിയിൽ കെട്ടി വെക്കുന്നത്. അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ, ആ മാസം പൈസ വന്നതുപോലെ ഒരിക്കലും പൈസ വന്നിട്ടില്ല. സത്യമായിട്ട് പറയുമ്പോൾ സത്യം പറയണമല്ലോ. ഞാൻ അന്ന് മുതൽ ഇത് പറയണമെന്ന് വിചാരിച്ചോണ്ടിരിക്കും. ആ അതായത് ഒക്ടോബറിലെ ആ ശരത് പൂർണിമ വരെ എന്തുമാത്രം കാശ് കയ്യിൽ വന്നെന്നറിയാമോ. ആ സെപ്റ്റംബറിലെ ആ പൗർണമിക്ക് ഞാനത് വെച്ചു. ഒക്ടോബർ ഒരു 2-ാം തീയതി മുതൽ വെച്ചാൽ എനിക്ക് പിന്നെ മാസത്തിലാണ് ശമ്പളം കിട്ടുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ കമ്പനിയിൽ അങ്ങനെ എല്ലാവരും വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയെങ്കിലും ഇവർ സമയത്തൊന്നും പൈസ തരികയില്ല. ഭയങ്കര മടിയുള്ളവരെല്ലാവരും സമയത്ത് പൈസ തരാം, ചോദിക്കുമ്പോൾ ഇന്ന് തരാം നാളെ തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അങ്ങനെയുള്ളവർ പോലും NFT ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടേ എന്ന് രമേശേട്ടനെ വിളിക്കുമ്പോൾ പറയും. അതുപോലെ കുറച്ച് പേര് കുഞ്ഞു പണിയൊക്കെ, അതായത് ചെറിയ 1 ലക്ഷത്തിൻ്റെ വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഗൂഗിൾ പേ ഒക്കെയാണ് 2 തവണയായിട്ട് ചെയ്തു തരുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അറിയാത്ത വെച്ചാൽ ഓരോരുത്തരെ വിളിച്ചിട്ട് ഗൂഗിൾ പേയിലോട്ട് പൈസ ഇട്ടിട്ടുണ്ട് വന്നോന്ന് ചെക്ക് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഭയങ്കര ഒരു വലിയ റെമഡി ആയിരുന്നു കേട്ടോ. അത് വീണ്ടും ചെയ്യാൻ പറ്റുമോ ചേച്ചി? പക്ഷെ ചേച്ചി ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ചെയ്യാവോ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ തോന്നുന്നു. കാരണം ഒരു ചേച്ചി റെമഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ മാസം ചേച്ചി പറഞ്ഞ് ആ വെള്ള തുണിയിൽ കെട്ടി വെക്കുന്നത് വീണ്ടും ചെയ്യാമോ ചോദിച്ചപ്പോൾ ചേച്ചി വേണ്ടാന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അത് വീണ്ടും ചെയ്യാൻ പറ്റുമോ ഈ പൗർണമിക്ക് വല്ലതും? പൗർണമിയിൽ സാധിക്കുമെങ്കിൽ ചന്ദ്ര പൊങ്കാല വെക്കാവുന്നതാണ്. പാൽപായസം വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെളുത്ത നിറത്തിലുള്ള നിവേദ്യങ്ങളാണ് മഹാലക്ഷ്മിക്കും അതുപോലെ തന്നെ ചന്ദ്രനും പ്രിയപ്പെട്ടത്. പാൽപായസം വെക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ പാൽപായസം തന്നെ വെക്കുക. വീടിന് മുന്നിലായിട്ട് പായസം വെക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കിച്ചണിൽ വെച്ചാലും മതി. ഇപ്പോൾ പൂജ എവിടെയൊക്കെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നാണ് ലക്ഷ്മി പൂജ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യമേ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹാലക്ഷ്മി പൂജ പൗർണമി ദിവസം ചെയ്യുന്നതിന് ആദ്യം തന്നെ നമുക്കൊരു പീഠമെടുത്ത് അതിൽ വാഴയില ഉണ്ടെങ്കിൽ വാഴയില ഇട്ടിട്ട്, അല്ലെങ്കിൽ ഒരു ബ്രാസ് പ്ലേറ്റ് എടുക്കുക. കുറച്ച് പച്ചരി അതിന് പുറത്തിടണം. ഈ പച്ചരിയുടെ പുറത്താണ് നമ്മൾ ശ്രീചക്രം വെക്കുന്നത്. ശ്രീചക്രത്തെയാണ് നമ്മൾ മഹാലക്ഷ്മിയായി ഭാവിച്ച് പൂജ ചെയ്യുന്നത്. 108 മുല്ലപ്പൂക്കൾ കൊണ്ട് ഓം ശ്രീം നമ അല്ലെങ്കിൽ ഓം ശ്രീയേ നമ, ഇതിൽ ഏതെങ്കിലും ഒരു നാമം 108 തവണ ചൊല്ലണം. ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും ഓരോ മുല്ലപ്പൂക്കൾ വീതം ആ ശ്രീചക്രത്തിന് ചുറ്റുമായിട്ട് നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. എല്ലാ പൂജകളും പോലെ തന്നെ പൂജ ചെയ്തതിന് ശേഷം ധൂപദീപ ആരതി എടുത്ത് നിവേദ്യം സമർപ്പിച്ച് മഹാലക്ഷ്മിയോട് നമ്മുടെ കുടുംബത്തിന് എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യം നൽകണമെന്ന് മഹാലക്ഷ്മിയോടും പൂർണ്ണചന്ദ്രനോടും പ്രാർത്ഥിക്കണം. കാരണം ചന്ദ്രൻ എന്ന് പറയുന്നത് മനോകാരകനാണ്. നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനും അതുപോലെ തന്നെ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കാനും ചന്ദ്രന് സാധിക്കും. അപ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും സന്തോഷമായിരിക്കാൻ ചന്ദ്രന്റെ ഒരു അനുഗ്രഹവും നമുക്ക് വേണം. അതുകൊണ്ടാണ് പൗർണമിയിൽ നമ്മൾ ചന്ദ്രനെയും മഹാലക്ഷ്മിയെയും ഒന്നിച്ചു തന്നെ പൂജിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 2-3 പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പൗർണമിയിൽ ലക്ഷ്മി പൂജ എത്ര പൗർണമിയിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. നമ്മൾ മറ്റു പൂജകൾ ചെയ്യുന്നത് പോലെ അല്ല ലക്ഷ്മി പൂജ എന്ന് പറയുന്നത്. ലക്ഷ്മി പൂജ നമുക്ക് എത്ര നാൾ നമുക്ക് നല്ല ധനവരവോടുകൂടി സുഖത്തോടും സന്തോഷത്തോടും ജീവിക്കണം, അത്രയും നാളും നമുക്ക് ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. കാരണം മഹാലക്ഷ്മി എന്ന് പറയുന്നത് കൊച്ചു കുട്ടികളെ പോലെയാണ്. കൊച്ചു കുട്ടികൾ എങ്ങനെയാണ്? അവർക്ക് ദേഷ്യമൊന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ സ്നേഹത്തോടുകൂടി വിളിക്കുമ്പോൾ അവർ ഓടി വരും. അതുപോലെയാണ് മഹാലക്ഷ്മിയും. അതുകൊണ്ടാണ് മഹാലക്ഷ്മിക്ക് എരിവുള്ള ഭക്ഷണങ്ങളൊന്നും നമ്മൾ വെക്കാത്തതും വളരെ നല്ല ഭക്ഷണങ്ങൾ നോക്കി വെക്കുന്നതും ഒക്കെ. ഒരു കൊച്ചുകുട്ടിയെ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ അടുക്കലേക്ക് സ്നേഹത്തോടു കൂടി വിളിക്കുന്നത്, അതുപോലെ വേണം നമ്മൾ എപ്പോഴും മഹാലക്ഷ്മിയെ നമ്മുടെ അടുക്കലേക്ക് പ്രാർത്ഥിച്ച് വിളിക്കേണ്ടത്. നമ്മുടെ പൂജയിൽ
സന്തോഷവതിയായി കഴിഞ്ഞാൽ മഹാലക്ഷ്മി നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. മഹാലക്ഷ്മിയുടെ മറ്റൊരു വിശേഷത എന്ന് പറയുന്നത് നിരന്തരമായി എങ്ങും വസിക്കില്ല എന്നുള്ളതാണ്. അതിനാണ് എല്ലാ ആഴ്ചകളിലും ലക്ഷ്മി പൂജ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ആഴ്ചകളിലും ലക്ഷ്മി പൂജ ചെയ്യുന്നത് വഴി നമ്മോടൊപ്പം തന്നെ മഹാലക്ഷ്മി ഉണ്ടായിരിക്കും. ആ ഐശ്വര്യം നമ്മുടെ കുടുംബത്തിലും ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.